നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് സാധിച്ചെടുക്കുവാൻ പറ്റുന്ന ഒരു ഹനുമത് മന്ത്രത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. വായുവേഗത്തിൽ ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ, അത് ഹനുമത് മന്ത്രമാണ്. അവയിൽപ്പെട്ട ഒരു മന്ത്രത്തെയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ മന്ത്രം വിധിപ്രകാരം ഉരുവിട്ടാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിമിഷ നേരം കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുമെന്നതിൽ യാതൊരുവിധ സംശയം വേണ്ട. മന്ത്രം പറയുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു മന്ത്രം കൂടെ അതിൻ്റെ കൂടെ ചൊല്ലിയാൽ കൂടുതൽ ഫലപ്രാപ്തി ലഭിക്കുന്നതാണ്. നമുക്ക് മന്ത്രം ഒന്ന് പരിചയപ്പെടാം. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാധാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാധാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ. ഇങ്ങനെയാണ് മന്ത്രം ചൊല്ലേണ്ടത്. ഇത് 3 പ്രാവശ്യം നിങ്ങൾ ഉരുവിട്ടതിന് ശേഷം ഇനി പറയാൻ പോകുന്ന മന്ത്രം ജപിക്കുക. എന്നാൽ നിങ്ങളുടെ ഏതാഗ്രഹവും നിങ്ങൾക്ക് 3 ദിവസത്തിനുള്ളിൽ സാധിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ബുദ്ധിയും ശക്തിയും പഠന മേഖലകളിൽ വിജയവും എല്ലാ കാര്യത്തിലുമുള്ള ജ്ഞാനവും ഈ മന്ത്രത്തിലൂടെ ലഭിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. എല്ലാം ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് സാധിച്ച് തരുന്നതാണ്. ഇനി നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം. അതിനു മുൻപേ ഈ മന്ത്രത്തിൻ്റെ ഋഷി ഛന്ദസ് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വലത് കൈ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് രാമചന്ദ്ര ഋഷി എന്നും നിങ്ങളുടെ മേൽചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് അതി ജഗതിച്ഛന്ത എന്നും ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് ഹനുമത് ദേവത എന്നും 1 പ്രാവശ്യം ഉരുവിടുക. എന്നിട്ട് വേണം ഇനി പറയാൻ പോകുന്ന മന്ത്രം ജപിക്കുക. ഇനി നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വഹാം. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വഹാം. ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത്. ഇത് രാവിലെയോ വൈകിട്ടുള്ള സന്ധ്യാവന്ദന വേളയിലോ 108 തവണയാണ് മന്ത്രം ജപിക്കേണ്ടത്. രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് ജപിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ഇല്ലാത്തവർ ശുദ്ധമായ സ്ഥലത്തിരുന്നു കൊണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. മന്ത്രം ഉരുവിട്ടതിന് ശേഷം നിങ്ങളുടെ കാര്യസാധ്യം എന്താണോ അത് പറഞ്ഞതിന് ശേഷം മാത്രം എഴുന്നേൽക്കുക. മന്ത്രം ഉരുവിടുന്നതിന് 3 മണിക്കൂർ മുമ്പും മന്ത്രം ഉരുവിട്ടതിന് ശേഷം 3 മണിക്കൂറിന് ശേഷവും മത്സ്യമാംസാദികൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. സ്ത്രീകളും പുരുഷന്മാരും അശുദ്ധി കുലവാലായ്മ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഒന്നു തന്നെ ഉരുവിടാതിരിക്കുക. ക്ഷിപ്രപ്രസാദിയാണ് ഹനുമാൻ സ്വാമി. എന്നിരുന്നാലും ക്ഷിപ്രകോപിയുമാണ് ഹനുമാൻ സ്വാമി. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചെടുക്കുവാൻ ഹനുമാൻ സ്വാമി നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.